നമസ്കാരം. പങ്കാളിയല്ലാതെ മറ്റൊരാളുമായി പുറത്തു പോകാനും ഇഷ്ടങ്ങളും സ്വകാര്യ നിമിഷങ്ങളും പങ്കുവയ്ക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? മോശം. വിവാഹബന്ധങ്ങൾ പവിത്രമായി കരുതുന്ന ഇന്ത്യക്കാരോടാണോ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നാണോ? എന്നാൽ കേട്ടോളൂ, ഇന്ത്യക്കാരുടെ കാഴ്ചപ്പാടുകൾ മാറി തുടങ്ങിയിരിക്കുകയാണ്. ഒരു പുരുഷന് ഒരു സ്ത്രീ, അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഒരു പുരുഷൻ എന്ന സങ്കല്പത്തിനെല്ലാം ഉലച്ചിൽ വന്നിരിക്കുന്നു, ആഗ്രഹങ്ങളിലെങ്കിലും. പറഞ്ഞു വരുന്നത് ഒരു സർവേ റിപ്പോർട്ടിനെ കുറിച്ചാണ്. വിവാഹേതര ഡേറ്റിംഗ് ആപ്പായ ഗ്ലീഡൻ കഴിഞ്ഞിടെ നടത്തിയ പഠനത്തിൽ ബന്ധങ്ങളെക്കുറിച്ച് ഇന്ത്യൻ സമൂഹത്തിലുണ്ടായിരുന്ന കാഴ്ചപ്പാടുകൾ മാറി തുടങ്ങുന്നു എന്ന സൂചനയാണുള്ളത്. എന്തായാലും ഇതൊന്നും കേരളത്തിലെ കാര്യമായിരിക്കില്ല എന്നാണെങ്കിൽ കേരളത്തിലെ നഗരങ്ങളെക്കുറിച്ചും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. എന്താണ് ആ റിപ്പോർട്ട് പറയുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വിവാഹം, വിവാഹേതര ബന്ധം, സാംസ്കാരിക മൂല്യങ്ങൾ എന്നീ കാര്യങ്ങളിൽ ഇന്ത്യക്കാർക്കുള്ള കാഴ്ചപ്പാടുകളിൽ കഴിഞ്ഞ കാലങ്ങളിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗ്ലീഡൻ സർവേ നടത്തിയത്. രാജ്യത്തെ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ സർവേയിൽ 25-നും 50-നും ഇടയിൽ പ്രായമുള്ള 1503 വിവാഹിതരാണ് പങ്കെടുത്തത്. സർവേയിൽ പ്രതികരിച്ച 60% ആളുകളും സ്വിംഗിംഗ് പോലുള്ള പാരമ്പര്യേതര ഡേറ്റിംഗ് സമ്പ്രദായങ്ങളിൽ താല്പര്യം രേഖപ്പെടുത്തി. സ്വിംഗിംഗ് എന്താണെന്ന് വ്യക്തമാകാത്തവർക്കായി അത് പറയാം. വിവാഹിതരും അല്ലാത്തവരുമായ, അതായത് ഇതിനകം ഒരു ബന്ധമുള്ള ആളുകൾ വെറുതെ ഒരു സന്തോഷത്തിന് വേണ്ടി മറ്റുള്ളവരുമായി ലൈംഗിക പ്രവർത്തികളിൽ ഏർപ്പെടുന്നതാണ് സ്വിംഗിംഗ് എന്ന് പറയുന്നത്. മാത്രമല്ല, പങ്കാളി ഉണ്ടായിരിക്കുമ്പോൾ തന്നെ മറ്റു ബന്ധങ്ങളിൽ ഏർപ്പെടാനും ആളുകൾ ആഗ്രഹിക്കുന്നു എന്ന സൂചനയും സർവേ റിപ്പോർട്ടിൽ പ്രകടമാണ്. ഞെട്ടിയോ? ഞെട്ടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. വിവാഹബന്ധം പവിത്രമായും പരിപൂർണ ആത്മാർത്ഥതയും സ്നേഹവും വേണ്ടുന്ന ഒന്നായുമാണ് ഇത്രയും കാലം ഇന്ത്യൻ സമൂഹം കരുതി പോന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇതിൽ മാറ്റം വേണമെന്ന് ഇന്ത്യക്കാരും ആഗ്രഹിക്കുന്നുവെന്ന് വേണം ഈ റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കാൻ. അതായത് ആധുനിക ഇന്ത്യ ബന്ധങ്ങളുടെ കാര്യത്തിൽ വലിയ മാറ്റങ്ങളിലേക്ക് പോകുകയാണ്. വിവാഹേതര ബന്ധങ്ങളെ തന്നെ പല തരത്തിൽ അടയാളപ്പെടുത്തുന്നുണ്ട് ഈ പഠനം. ഈ വിവാഹേതര ബന്ധം എന്ന വാക്ക് കേൾക്കുമ്പോൾ എപ്പോഴും ശാരീരിക ബന്ധമെന്ന് തെറ്റിദ്ധരിക്കരുത്. പുറത്തു നിന്നുള്ള ഒരു വ്യക്തിയുമായി വൈകാരികമായ അടുപ്പം മാത്രമാണ് ഒരാൾ ആഗ്രഹിക്കുന്നതെങ്കിൽ പോലും അത് വിവാഹേതര ബന്ധമാണ്. സർവേയിൽ പങ്കെടുത്ത 46% പുരുഷന്മാരും ഇത്തരത്തിലൊരു ബന്ധം തുടങ്ങാനോ തുടരാനോ ആഗ്രഹിക്കുന്നവരാണ്. ഡിജിറ്റൽ യുഗത്തിൽ ഓൺലൈനായുള്ള പഞ്ചാരയടി അഥവാ ഫ്ലർട്ടിംഗ് വളരെ സാധാരണമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതും ഒരു വിവാഹേതര ബന്ധമായി വേണം കണക്കാക്കാൻ. സർവേയിൽ പങ്കെടുത്ത 36% സ്ത്രീകളും 35% പുരുഷന്മാരും ഇത്തരത്തിൽ പഞ്ചാര വർത്തമാനം പറയാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ഇക്കാര്യത്തിൽ കൊച്ചിയിൽ നിന്നുള്ളവരാണ് മുന്നിൽ. സ്വപ്നം നമ്മുടെ സ്വകാര്യ സ്വത്തായതിനാലും ഒരു ചിലവും ഇല്ലാത്തതിനാലും അതിലൊരു കുറവും വരുത്താൻ ആളുകൾ ഒരുക്കമല്ല. പങ്കാളിയല്ലാതെ മറ്റൊരാളുമായുള്ള നിമിഷങ്ങൾ സ്വപ്നം കാണാറുണ്ടെന്ന് സർവേയിൽ പങ്കെടുത്ത 33% പുരുഷന്മാരും 35% സ്ത്രീകളും സമ്മതിച്ചു. ഒരു വ്യക്തിയുമായി മാത്രമുള്ള ബന്ധത്തെ മാത്രമാണ് ഇത്രയും കാലം നമ്മുടെ സമൂഹം അംഗീകരിച്ചിരുന്നത്. അതിന് വിപരീതമായുള്ള മറ്റുള്ള ബന്ധങ്ങളെല്ലാം അവിശുദ്ധം, അല്ലെങ്കിൽ സദാചാരത്തിന് നിരക്കാത്തത്, അതുമല്ലെങ്കിൽ നിയമവിരുദ്ധം എന്നെല്ലാം മുദ്ര കുത്തിയിരുന്നവരാണ്. എന്നാൽ ഗ്ലീഡന്റെ പുതിയ സർവേ റിപ്പോർട്ട് ഇന്ത്യക്കാർ ഇക്കാര്യങ്ങളിലുള്ള സങ്കല്പങ്ങളെല്ലാം ഉടച്ചു വാർക്കേണ്ട സമയമായി എന്ന സൂചന നൽകുന്നതാണ്.